പോടോ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. അപ്പൊ ദേഷ്യം വന്നില്ലേ? ആരോടാ സൂത്രൻ ദേഷ്യപ്പെടുന്നത്? പാത്രത്തിനോടാണെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് സൂത്രനെ പെട്ടെന്ന് ദേഷ്യം വരും. എവിടെയെങ്കിലും സൂത്രൻ വീണോ? ഇനിഞ്ഞാന്ന ഒന്ന് വീണു. തലയടിച്ചാ വീണത്. ആ, അപ്പോ സംഗതി അത് തന്നെ. തലയിടിച്ച് വീണാൽ ഈ പ്രശ്നം വരാറുണ്ട്. ഇതിന്റെ പ്രശ്നം ഞാനിപ്പോ കണ്ടുവരുന്ന വഴിയാ. ഇതിനൊക്കെ മരുന്നിനേക്കാൾ നല്ലത് ഉപദേശമാ. ഉപദേശിച്ച നേരെയാക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ? തന്നെ. എല്ലാം ഞാൻ ഉപദേശിച്ച് മാറ്റിത്തരാം. 7 ദിവസമാണ് ഉപദേശം. ഓരോ ദിവസവും ഓരോ മുയലിനെ വെച്ച് തന്നാ മതി. എന്നാ ശരി, ഇന്നത്തെ ഉപദേശം തുടങ്ങാം. ഈ മുൻകോപം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കാരനാണ്. അത് എപ്പോഴും ഓടി മുമ്പിലെത്താൻ നോക്കും. അപ്പം നമ്മൾ ഓടി അതിനെ പിന്നിലാക്കണം. എത്ര ദൂരം ഓടേണ്ടി വരും? ശരിക്കും ഓടണ്ട, ഓടി ഓടി മുൻകോപത്തിൻ്റെ മുന്നിലെത്തിയെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പം മുൻകോപം പിൻകോപമാകും. അപ്പോൾ കോപം നാണിച്ച സ്ഥലം വിട്ടോളും. അതുകൊണ്ട് മുൻകോപത്തെ തോൽപ്പിക്കാൻ മനസ്സിൽ ഓട്ടമത്സരം നടത്തുകയാണ് വേണ്ടത്. മനസ്സിലായോ? ആയി. ഇന്നത്തെ ഉപദേശം കഴിഞ്ഞു. ഇനി നാളെ വരാം. ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് 2ാമത്തെ ഉപദേശം തരാം. വേണ്ട അപ്പൂപ്പ, ഇന്നലത്തെ ഉപദേശം കൊണ്ട് തന്നെ ദേഷ്യമെല്ലാം മാറി. സൂത്രന്റെ പിന്നിലാ ദേഷ്യം. ശരിയാ, ഇപ്പൊ എനിക്ക് മുൻകോപമേ വരുന്നില്ല. നടന്നു വന്നതല്ലേ, വെള്ളം കുടിച്ചോളൂ അപ്പൂപ്പ. കൊണ്ടുപോടോ അവൻ്റെ ഒരു വെള്ളം. 7 ദിവസം മുയലിനെ തിന്നാമെന്ന് വിചാരിച്ചതാ.